നിങ്ങൾ മറ്റുള്ളവരെ പോലെ ആകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനർത്ഥം നിങ്ങൾ നിങ്ങളുടെ ജീവിതം പാഴാക്കുന്നു എന്നതാണ്. ദൃഢനിശ്ചയം ചെയ്തവർക്ക് എന്തിനേയും മറികടക്കാൻ കഴിയും. ശുഭാപ്തി വിശ്വാസമുള്ളവർക്ക് മാത്രമേ എല്ലാ ബുദ്ധിമുട്ടുകളിലും അവസരം കണ്ടെത്താൻ കഴിയൂ. ക്ഷമിക്കുക എന്നത് ഒരാളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ പ്രതികാരമാണ്. കാരണം ആ പ്രതികാരം അവർ ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കും. ബഹുമാനം ഒരു കണ്ണാടി പോലെയാണ്. നാം അത് എത്രത്തോളം കാണിക്കുന്നുവോ അത്രയധികം അത് നമ്മളിൽ പ്രതിഫലിക്കും. ചിലർ നമ്മളെ മുറിവേൽപ്പിക്കുമ്പോൾ നമുക്ക് വേദനിക്കില്ല. എന്നാൽ അവരതിനെ ന്യായീകരിക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് വേദനിക്കുന്നത്. ഒരു തെറ്റ് നമ്മുടെ മേൽ ആരോപിക്കപ്പെട്ടാൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പോലും അന്വേഷിക്കാതെ നമ്മളെ തള്ളിപ്പറഞ്ഞവരെ നമ്മൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കേണ്ടതാണ് നല്ലത്. അവർ ഒരിക്കലും നമുക്ക് വേണ്ടപ്പെട്ടവരല്ല. വിജയത്തിൻ്റെ പാത പൂക്കൾ വിരിച്ചതല്ല, മുള്ളുകൾ നിറഞ്ഞതാണ്. തേനീച്ചയുടെ കുത്തേൽക്കാതെ തേനെടുക്കാനാവാത്തതുപോലെയാണ്. പ്രയാസങ്ങളെ മറികടക്കാതെ ലക്ഷ്യത്തിലേക്ക് എത്താനാവില്ല. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം വളരുന്നതും താഴ്ന്നു പോകുന്നതും നമ്മുടെ ധൈര്യവും ആത്മവിശ്വാസവും എത്രത്തോളമുണ്ടോ അതിനനുസരിച്ചിട്ടാണ്. നമ്മുടെ മനസ്സ് തൊട്ടറിഞ്ഞവരോട് മാത്രമേ നാം എന്തും തുറന്ന് സംസാരിക്കാവൂ. അല്ലാത്തവരോട് പറഞ്ഞാൽ സാഹചര്യങ്ങൾ മാറുമ്പോൾ നമ്മൾ തുറന്നു പറഞ്ഞതൊക്കെയും നമുക്ക് നേരെയുള്ള ആയുധങ്ങളായി മാറും. പരിഹാസങ്ങളിൽ തളരാതിരിക്കുക. കാരണം പരിഹാസം കൊണ്ട് മാറ്റി നിർത്തപ്പെട്ടവരാണ് പിന്നീട് ഇതിഹാസങ്ങൾ കൊണ്ട് ചരിത്രം സൃഷ്ടിച്ചത്. മറ്റുള്ളവരുടെ ശ്രദ്ധ നേടുന്നതിനേക്കാൾ നമ്മൾ അവരുടെ ബഹുമാനം നേടാനാണ് ശ്രമിക്കേണ്ടത്. അതിനായി ഒഴിവ് കഴിവുകൾ പൂർണ്ണമായും ഒഴിവാക്കി ഓരോ നിമിഷവും മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഉത്തരവാദിത്വം എന്നാൽ നിങ്ങൾ ജീവിതത്തിൽ അഭിമുഖീകരിച്ചിരിക്കാവുന്ന ഏത് സാഹചര്യത്തെയും ആത്മവിശ്വാസത്തോടെ അഭിമുഖീകരിക്കാൻ കഴിയുക എന്നതാണ്. പണമല്ല നിങ്ങളുടെ ലക്ഷ്യമെന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, അതിനോടുള്ള ആത്മാർത്ഥ സ്നേഹം, അതിനെ വിടാതെ മുറുകെ പിടിക്കുക. പണം നിങ്ങളെ തേടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. നിങ്ങൾക്ക് സ്വയം നിങ്ങളിൽ വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ടാകൂ. സമയം എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നു. അത് എല്ലാത്തിനെയും സംഹരിക്കുന്നു. നാം ഉറങ്ങുമ്പോൾ അത് ഉണർന്നിരിക്കുന്നു. നാം അറിയാതെ അത് നമ്മളെ പിടികൂടുന്നു. സമയമെന്നത് നിയന്ത്രണ വിധേയമല്ല. സത്യം വിളിച്ചു പറയാനുള്ള ധൈര്യം കാണിക്കുന്നവൻ്റെ നേരെ വെറുപ്പിൻ്റെ ജ്വാലയും ആളിപ്പടരും. പറക്കാൻ ചിറകുകൾ വേണമെന്നില്ല, ഉള്ളിലൊരു ആകാശമുണ്ടായാൽ മതി. നേരിടാൻ തയ്യാറായി ഒരു മനസ്സുണ്ടെങ്കിൽ കീഴടങ്ങാൻ തയ്യാറായി ഒരു ലോകം തന്നെ കൺമുന്നിലുണ്ടാകും. ജീവിതം 2 കാലുകളാണെന്ന് സങ്കല്പിക്കുക. മുന്നോട്ട് വെച്ച കാലിന് അഹങ്കാരമില്ല, പുറകിലുള്ള കാലിന് ലജ്ജയുമില്ല. കാരണം അവർക്കറിയാം അവരുടെ സ്ഥിതി വൈകാതെ മാറുമെന്ന്. എല്ലാ ബന്ധങ്ങൾക്കും ഓരോ സ്ഥാനമുണ്ട്. ഒരിക്കലും പരിധി മറക്കാതിരിക്കുക. നല്ല ബന്ധങ്ങളെ എപ്പോഴും ജീവിതത്തോട് ചേർത്ത് പിടിക്കുക. ഒരിക്കൽ കൈവിട്ടു പോയാൽ പിന്നെ അത് തിരിച്ചു കിട്ടിയെന്ന് വരില്ല. നമ്മൾ സ്വീകരിച്ച നിലപാട് ശരിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിൽ വഴങ്ങാതിരിക്കുക. നമ്മുടെ ശരികൾ തെളിയിക്കാൻ ജീവിതം തീർച്ചയായും ഒരു അവസരം നൽകും. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്.